ഞാൻ ഇന്ന് നിങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് മാരുതിയുടെ പുതിയ ബലാനയിൽ വന്നിട്ടുള്ള HUD അല്ലെങ്കിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ കുറിച്ചിട്ടാണ്. നമ്മുടെ സ്റ്റിയറിംഗ് വീലിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് വരുന്ന ഒരു യൂണിറ്റാണ് ഈ HUD എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് HUD ഡിസ്പ്ലേ. ഇത് മുകളിലേക്ക് പൊന്തി വരുന്നപ്പോൾ വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് ഇത് മുകളിലേക്ക് ഓപ്പൺ ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അത് മുകളിലേക്ക് യൂണിറ്റ് പൊന്തി വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതി കാണാം സ്റ്റാർട്ടിങ്, ഹലോ, ലോ ഫ്യൂവൽ. ഓക്കെ, ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ വണ്ടിയുടെ സ്പീഡാണ് കാണിച്ചിരിക്കുന്നത്, 0 km/h. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ശരിക്കും ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ ഒരു കൂളിംഗ് ഗ്ലാസ്സിൽ കൂടെ നോക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 4 സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. HUD എന്ന് പറഞ്ഞിട്ടൊരു സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ HUDയുടെ ബ്രൈറ്റ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ അതിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും ഉള്ളൊരു സ്വിച്ച് ഉണ്ട്. പിന്നെ നമുക്ക് മുകളിലേക്കും താഴേക്കുമുള്ള ആരോസ്, അതായത് നമ്മുടെ ബ്രൈറ്റ്നെസ് കൂട്ടാനും അതുപോലെ തന്നെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണിത്. നമ്മൾ ഈ HUDയുടെ ഈ സ്വിച്ച് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് വിടുന്നതനുസരിച്ചിട്ടാണ് അതിലുള്ള യൂണിറ്റുകൾ ചേഞ്ച് ആവുന്നത്. ഓക്കെ, ഇപ്പോൾ കാണിച്ചിരിക്കുന്ന km/h ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ അതിലേക്ക് കഴിയുമ്പോൾ അടുത്ത് km/h, km/L മൈലേജിൻ്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി കാണിച്ചിരിക്കുന്നത് മറ്റേ RPM ആണ്. ഉണ്ടോ, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ചിട്ട് അത് ചേഞ്ച് ആവും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ HUD ഡിസ്പ്ലേയുടെ ഉള്ളു ശരിക്കും പറയാം. HUD ഡിസ്പ്ലേയുടെ സെറ്റിങ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഈ പറയുന്നത് നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ലെവലിന് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഡിസ്പ്ലേ നോക്കി മുകളിലേക്ക് താഴേക്കൊക്കെ നമുക്ക് താത്താനോ പൊക്കാനോ പറ്റും. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്വിച്ചിൽ നമ്മൾ മുകളിലേക്കും താഴേക്കുള്ള ആരോ സ്വിച്ച് ആണല്ലോ. ഇതിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യാൻ്റെ അകത്ത് അപ്പോൾ പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് മാറും. ചേഞ്ച് ആവുന്നുണ്ടോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിലേക്കും താഴേക്കുള്ള ആരോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെയുള്ള ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ആണ്. ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സ്വിച്ചിൽ പ്രസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മുകളിലേക്കും താഴേക്കുള്ള ആരോ ബട്ടണിൽ പ്രസ് ചെയ്യുന്നതനുസരിച്ച് ബ്രൈറ്റ്നസ് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ബ്രൈറ്റ്നസിൻ്റെ സ്വിച്ചിൽ പ്രസ് ചെയ്തു. അപ്പോൾ ബ്രൈറ്റ്നസ് പറഞ്ഞ് എഴുതി കാണിച്ചു. ബ്രൈറ്റ്നസ് +4 ആണ് കിടക്കുന്നത്. നമ്മൾ പ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് കൂടിയത് +10 വരെ ഉണ്ട്. അതുപോലെ നമുക്കത് താഴേക്ക് കുറയ്ക്കാനും പറ്റും. അതായത് പൊസിഷൻ്റെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. പൊസിഷൻ 4, പൊസിഷൻ 5, ബ്രൈറ്റ്നസ്. അപ്പോൾ ഈ പൊസിഷനും ബ്രൈറ്റ്നസ്സും നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നൊരു സ്വിച്ചാണിത്. അതല്ല, ഇനിയിപ്പോൾ പൊസിഷൻ നമുക്ക് ഡയറക്റ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആരോയിൽ ചുമ്മാ ഞെക്കിയാലും പൊസിഷൻ ചേഞ്ച് ആവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നസിൻ്റെ സ്വിച്ചിൽ ഒരു പ്രാവശ്യം ഞെക്കി വിട്ട് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ബ്രൈറ്റ്നസിൻ്റേതായിരിക്കും. കണ്ടോ, നമ്മൾ ഒന്നുകൂടി ഞെക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പൊസിഷൻ്റെ ഇത് കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ HUD ഡിസ്പ്ലേ നമുക്കൊരു തടസ്സമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വിഷന് ഒരു പ്രശ്നമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്വിച്ചിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ HUD തനിയെ ക്ലോസ് ആയിക്കോളും. HUD ഡിസ്പ്ലേ ക്ലോസ് ആയി. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും സെയിം പ്രൊസീജിയർ, ഇതിൽ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, HUD ഡിസ്പ്ലേ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ഇഗ്നിഷൻ ഓൺ ആകുന്ന സമയത്ത് അത്
താന്ന് അടഞ്ഞ് തന്നെയാണ് ഇരിക്കുകയുള്ളൂ. വണ്ടി സ്റ്റാർട്ടായാൽ മാത്രമാണ് HUD ഡിസ്പ്ലേ മുകളിലേക്ക് പൊന്തി വരുള്ളൂ. അതുപോലെ നമ്മൾ ഒരിക്കലും ഈ HUD ഡിസ്പ്ലേയിൽ നമ്മൾ കൈകൊണ്ട് അടയ്ക്കാനായിട്ട് ശ്രമിക്കരുത്. അടയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഡാമേജ് ആവും. അങ്ങനെ നമുക്ക് അടയ്ക്കേണ്ട ആവശ്യം വന്നാൽ നമ്മൾ ഈ സ്വിച്ച് ഉപയോഗിച്ച് മാത്രമേ അത് ഓപ്പറേറ്റ് ചെയ്യാവുള്ളൂ. ഓക്കെ, ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രൊജക്ടർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു ചെറിയൊരു പ്രൊജക്ടർ കണക്കുള്ളൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും വരുന്ന ആ ഒരു ലൈറ്റ് ഈ ഗ്ലാസ്സിൽ നമ്മൾ തട്ടിയിട്ട് അതിൽ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇത് ചുമ്മാ ഒരു ഗ്ലാസ് മാത്രമാണത്. ഇതൊരു വെറുതെ ഒരു ഗ്ലാസ് മാത്രമാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള ലൈറ്റിംഗ് വരുന്നതെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രൊജക്ടർ പോലെയുള്ള ഒരു ഡിവൈസ് ഉണ്ട്. കണ്ടോ, ഈ ഒരു ഡിവൈസിൽ നിന്നുള്ള ആ ലൈറ്റ് ഈ ഗ്ലാസ്സിൽ അടിച്ചിട്ട് അത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് വണ്ടിയിലിരിക്കുമ്പോൾ കാണാൻ പറ്റുക. ഇനി ഞാനിത് പുറത്ത് നിന്ന് എങ്ങനെയാണ് ഇത് ഇരിക്കുന്നത് നോക്കാം. നമുക്ക് വണ്ടിയുടെ പുറത്ത് നിന്ന് ആ പ്രൊജക്റ്റിംഗ് ലാമ്പ് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് വണ്ടിയുടെ പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു പ്രൊജക്ടർ കണക്കുള്ളൊരു സംഭവം. അതിൽ നിന്ന് ലൈറ്റ് വന്നിട്ട് ഈ ഗ്ലാസ്സിൽ തട്ടും. ഗ്ലാസ്സിൽ തട്ടിയിട്ടാണ് നമുക്ക് ഡ്രൈവർക്ക് അത് കാണാൻ പറ്റുക. ഓക്കെ, താങ്ക് യു.